നമസ്കാരം. 10th പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ആദ്യം എന്താണ് ജീവകങ്ങൾ? വൈറ്റമിൻസ് അല്ലേ, പച്ചക്കറികളിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന പോഷകങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ജീവകങ്ങൾ എന്ന് വിളിക്കാവുന്നതാണ്. ഈ ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ മോഡൽ എന്ന രീതിയിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടെത്തിയത് ആരാണ്? വേഗം പറഞ്ഞോളൂ. ആരാണ് കണ്ടെത്തിയത്? കണ്ടെത്തിയത് ഫെഡറിക് ഹോഫ്കിൻ ആണ്. ഫെഡറിക് അറിയാലോ, ഫെഡറിക് ഹോഫ്കിൻ ആണ് കണ്ടെത്തിയത്. ഫെഡറിക് ഹോഫ്കിൻ ആണ് കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരാണ്? ജീവകങ്ങൾ കണ്ടെത്തിയത് ഫെഡറിക് ഹോഫ്കിൻ ആണ്. പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ആരാണ്? കാസിമർ ഫങ്ക് ആണ് ജീവകങ്ങൾക്ക് പേര് നൽകിയത്. ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ടോപ്പിക്ക് ഫുള്ളായി പഠിക്കണം. അവസാനം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി ജീവകങ്ങളെ നമ്മൾ പറയുമ്പോൾ രണ്ടായി തിരിച്ചാണ് പറയാറല്ലേ. ജലത്തിൽ ലയിക്കുന്നവയുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നവയുമുണ്ട്. അതിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതാ? ബിയും സിയുമാണ്. സി എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണ്? കൊഴുപ്പ് നമ്മൾ കേടാന്നൊക്കെ പറഞ്ഞ് പഠിക്കും അല്ലേ. കൊഴുപ്പ് കേടാണ്. അപ്പോൾ ജീവകം കെ, ജീവകം ഇ, ജീവകം ഡി, ജീവകം എ, അതാണ് ഏത്? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. അല്ലെങ്കിൽ കേടാന്നോ അല്ലെങ്കിൽ ഇടയ്ക്ക് ADEK അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പം ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയും, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണ്? ADEK ആണ്. ADEK. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലായി. ഇനി നമ്മൾ ജീവകം എയിലേക്ക് കടക്കുവാണ്. എന്തൊക്കെയാണ് നോക്കേണ്ടത്? ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ജീവകം എയുടെ ശാസ്ത്രീയ നാമം, എല്ലാത്തിൻ്റെയും ശാസ്ത്രീയ നാമം നമ്മൾ പഠിക്കണം. അപര്യാപ്തത രോഗം പഠിക്കണം. ഓക്കെ, അപ്പോൾ ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ എന്താണ്? റെറ്റിനോൾ. ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിൻ ആണ്. ഏതാണ്? കരോട്ടിൻ. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഏതാണ്? ഈ കരോട്ടിൻ ആണ്. നമ്മളോട് പറയാറില്ലേ വൈറ്റമിൻ എക്ക് വേണ്ടി ഏത് കഴിക്കണം? ക്യാരറ്റ് കഴിക്കാൻ പറയാറുണ്ടല്ലേ. അപ്പോൾ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഏതാണ്? കരോട്ടിൻ ആണ്. അപ്പോൾ ഈ കരോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. പ്രോ വൈറ്റമിൻ എ കിട്ടിയല്ലോ. ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് കരോട്ടിൻ ആണ്. കരോട്ടിൻ എന്താണ്? ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്നു. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രകൃതിയാ കാണുന്ന ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ പ്രകൃതിയാ കാണുന്ന ജീവകമാണേത്? ജീവകം എ. ഇനി ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണ്? കരളിലാണ് ജീവകം എ സംഭരിക്കുന്നത്. ഈ കരള് തന്നെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ടേ, അപ്പം മാറിപ്പോരുത്. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. ഓക്കെ, ജീവകം എ സംഭരിക്കുന്നത് എവിടേക്ക് പോകുന്നു? കരളിലേക്ക് പോകുന്നു. കരളിലേക്കാണ് സംഭരിക്കുന്നത്. ഓക്കെ, ഇനി ജീവകം എ കണ്ടെത്തിയത് ആരാണ്? ഈ ജീവകം എ കണ്ടെത്തിയതിന് നമ്മുടെ റാങ്ക് ഫയലിലൊക്കെ 2 പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ തിരയുമ്പോൾ വേറെ പേരുകളാണ് കാണുന്നത്. കുറേ പേരുകൾ കാണുന്നുണ്ട്. ജസ്റ്റ് ഒരു 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ കണ്ടെത്തിയതിൽ നമുക്ക് റാങ്ക് ഫയലിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എപ്പോഴും പറയുന്ന 2 എണ്ണം. മാർഗരറ്റ് ഡേവിസ്. ആരൊക്കെയാണ് കണ്ടെത്തിയത്? മാർഗരറ്റ് ഡേവിസും പിന്നെ എൽമർ മക്കുലം അല്ലേ. എൽമർ മക്കുലം ഇതാണ് റാങ്ക് ഫയലിലൊക്കെ ഉള്ളത്. മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലവും അതാണ് ജീവകം എ കണ്ടെത്തിയതെന്ന് പറഞ്ഞ് റാങ്ക് ഫയലിലുള്ളത്. ഇത് എഴുതി വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. 1932 വൈറ്റമിൻ എയുടെ കെമിക്കൽ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്ത ഒരാളുണ്ട്. അതാണ് പോൾ കാരിയർ. 1932 കേട്ടോ. 1932 വൈറ്റമിൻ എയുടെ കെമിക്കൽ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്ത ആളാണ് ഈ പോൾ കാരിയർ എന്ന് പറഞ്ഞ്. ഇദ്ദേഹത്തിൻ്റെ പേരും വൈറ്റമിൻ എ ആയിട്ട് റിലേറ്റ് ചെയ്തെന്ന് ഓർത്തു വയ്ക്കണം. പിന്നെ 2 പേരുള്ളത്
ഹാരി ഹോംസും റൂത്ത് കോർബറ്റ് ഇവർ ഈ വൈറ്റമിൻ എ ഐസൊലേറ്റ് ചെയ്ത് ക്രിസ്റ്റലൈസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ കണ്ടുപിടിക്കാനായിട്ട് കുറേ ആൾക്കാരുടെ ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചധികം പേരുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഈ പേരുകളാണ് കണ്ടത്: പോൾ കാരിയർ, ഹാരി ഹോംസ്, റൂത്ത് കോർബറ്റ്. പിന്നെ നമ്മുടെ റാങ്ക് ഫയലിലുള്ള 2 പേര് മാർഗരറ്റ് ഡേവിസും എൽമർ മക്ലോവുമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ 5 പേരുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതായത് വൈറ്റമിൻ എയുടെ കണ്ടുപിടുത്തമായിട്ട് റിലേറ്റ് ചെയ്തവരാണ് എന്ന രീതിയിൽ ഈ 5 പേരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി ജീവകം എയുടെ അപര്യാപ്തത രോഗം ഏതാണ്? ജീവകം എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം, അതാണ് അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഏതാണ്? നിശാന്തത എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നിശാന്തത, ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. പിന്നെയുള്ളത് ഏതാണ്? സീറോഫ്താൽമിയ. നിശാന്തതയും സീറോഫ്താൽമിയയും ഏതിൻ്റെ അപര്യാപ്തത രോഗമാണ്? ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ജീവകം A1ൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞാൽ നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ്, ഈ രാത്രിയൊക്കെ കാണാനുള്ള ബുദ്ധിമുട്ടില്ലേ അത്. ഇനി ജീവകം A2ൻ്റെ അപര്യാപ്തത രോഗമെന്ന് എടുത്തു ചോദിക്കുകയാണ് ഏത് പറയണം? സീറോഫ്താൽമിയ എന്ന് വെച്ചാൽ എന്താ? ഈ വരണ്ടു പോകുന്ന അവസ്ഥ, കണ്ണിൽ വരണ്ടു പോകുന്ന. ഇപ്പോൾ കുറേ നാൾക്ക് നമ്മൾ കമ്പ്യൂട്ടർ ഫോണൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മളൊന്ന് കണ്ണിനൊരു ഇതാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ മിക്കവാറും പറയുന്നത് ഈ സീറോഫ്താൽമിയയുടെ ഇതായിരിക്കും അല്ലേ. അപ്പോൾ വരണ്ടു പോകുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ A1 എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് മാലക്കണ്ണ് അഥവാ നിശാന്തതയും, A2 ആണെങ്കിൽ സീറോഫ്താൽമിയയും ആണ്. ഓക്കെ, ഇനി ഈ വൈറ്റമിൻ എ ധാരാളം കാണപ്പെടുന്നത് എന്തിലൊക്കെ ആയിരിക്കും? വൈറ്റമിൻ എ കാണപ്പെടുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു, കരോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. ഏതാണ്? ക്യാരറ്റിൽ വൈറ്റമിൻ എ ഉണ്ട്, ക്യാരറ്റിലുണ്ട്, പാലുൽപ്പന്നങ്ങളിലുണ്ട്. പിന്നെ ഇലകൾ അല്ലേ, മുരിങ്ങയില, ചീര, പയറില, പിന്നെ കരൾ, അതിലൊക്കെ നമുക്ക് ഏത് ലഭിക്കും? വൈറ്റമിൻ എ ലഭിക്കും. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് വൈറ്റമിൻ എ ഉണ്ടാക്കുന്ന, അതായത് ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഏതാണ്? കരോട്ടിനാണ്. അത് വൈറ്റമിൻ എ എന്നാണ് അത് അറിയപ്പെടുന്നത്. വൈറ്റമിൻ എ എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തതിലോട്ട് പോകാം. അടുത്തതാണ് ജീവകം ഡി അഥവാ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. കാൽസ്യമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലേ, കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിഫെറോൾ. ഇനി വൈറ്റമിൻ ഡിയുടെ അപരനാമമുണ്ട്, അതായത് വേറെ പേരിലും ഈ വൈറ്റമിൻ ഡി അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് വേറെ പേരുകൾ? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. സൺഷൈൻ വൈറ്റമിൻ. എന്തുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയാൻ കാരണം? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതായതുകൊണ്ട് അല്ലേ, സൂര്യപ്രകാശം കൊള്ളണം എന്നൊക്കെ പറയാറില്ലേ. അപ്പം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് ഇത്, വൈറ്റമിൻ ഡി. ഇത് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുമോ? ഇല്ല, പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, അതുകൊണ്ട് അതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. പിന്നെ അത് മാത്രമല്ല, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ്. SS ഓർത്ത് വയ്ക്കാൻ പറ്റൂലോ, സണ്ണും സ്റ്റിറോയിഡും. ഓക്കെ, അപ്പോൾ അത് രണ്ടും അപരനാമമായിട്ട് ഓർത്ത് വയ്ക്കാം. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ്, പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി, പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്തത്. ഓക്കെ, ഇനി എന്താണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം? വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയൂ കേട്ടോ. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇത് രണ്ടും PSCയിൽ ചോദിക്കാറുണ്ട്, 2 പേരും വരാറുണ്ട്, രണ്ടും പഠിക്കണം. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഇനി മുതിർന്നവരിലാണെങ്കിൽ നമ്മൾ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും. കുട്ടികളിലാണ് ഈ കണ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. മുതിർന്നവരാണെങ്കിലോ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയൂ കേട്ടോ, ഓസ്റ്റിയോമലേഷ്യ.
ഓക്കെ. ഇനി എന്താണ് വൈറ്റമിൻ ഡിയുടെ ഉപയോഗം, അല്ലെങ്കിൽ എന്തിനാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് വരുന്നത്? എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന്, അല്ലേ? എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? കാൽസിഫെറോൾ. കാൽസിഫെറോൾ. ഓക്കെ. ഇനി എർഗോസ്റ്റിറോൾ വൈറ്റമിൻ ഡി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പാണ് ഏത്? ഈ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. എർഗോസ്റ്റിറോൾ വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന, ഡി ആയി മാറുന്ന കൊഴുപ്പിനെ പറയുന്ന പേരാണ് എർഗോസ്റ്റിറോൾ. വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏതാണ്? എർഗോസ്റ്റിറോൾ. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് എർഗോസ്റ്റിറോൾ. ഇനി ഏതിലൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വൈറ്റമിൻ ഡി കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഏതിലാണ് കാണുന്നത്? സൺഷൈൻ ആണ്, അല്ലേ? സൺഷൈൻ ആയതുകൊണ്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു. പിന്നെ ഭക്ഷ്യവസ്തു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പാലുൽപ്പന്നം പറയാം കേട്ടോ. പാലുൽപ്പന്നങ്ങൾ പറയാം. പാലുൽപ്പന്നങ്ങൾ പറയാം. പാലുൽപ്പന്നങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ശരീരത്തിലെ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? അതും വൈറ്റമിൻ ഡി ആണ്. നമ്മുടെ വൈറ്റമിൻ ഡിയുടെ പേരെന്താണ്? ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്നാണ്. അതിൽ നിന്ന് തന്നെ കിട്ടില്ലേ? കാൽഷ്യവും ഫോസ്ഫറസും. കാൽസിഫെറോൾ. അപ്പോൾ ശരീരത്തിലെ കാൽഷ്യവും ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് വൈറ്റമിൻ ഇ. ജീവകം ഇ എന്ന് പറയുന്നത്. എന്താണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം? ടോക്കോഫിറോൾ എന്നാണ്. ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫിറോൾ. 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 നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി നോക്കാം കേട്ടോ, ശാസ്ത്രീയ നാമം മാത്രം. എയുടെ എന്തായിരുന്നു? എയുടെ റെറ്റിനോൾ. കണക്ട് ചെയ്യാലോ. എന്ന് പറയുന്ന ഐ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ റെറ്റിന എന്ന് കിട്ടും, റെറ്റിനോൾ കിട്ടും. പിന്നെ ഡി എന്ന് പറയുന്നത് കാൽഷ്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ കാൽസിഫെറോൾ. അതാണ് കാൽഷ്യവും ഫോസ്ഫറസിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇനി ഇ എന്ന് പറയുന്നത് ടോക്കോഫിറോൾ ആണ്. ടോക്കോഫിറോൾ. ഓക്കെ, ടോക്കോഫിറോൾ. അതായത് പറയാം കേട്ടോ. ഇനി ഇയുടെ അപര്യാപ്തത രോഗം എന്താണ്? ഇയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി. വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഇനി വൈറ്റമിൻ ഇയുടെ അപരനാമമാണ് ബ്യൂട്ടി വൈറ്റമിൻ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി ഇ കിട്ടൂലേ? അപ്പം ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫിറോൾ. അപ്പം നല്ല ബ്യൂട്ടിയിൽ നമ്മൾ ആരെയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ പറ്റി നമ്മൾ പറയില്ല ആരോടെങ്കിലും, നല്ല രസമുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ടോക്ക് ചെയ്യാം. അപ്പോൾ ടോക്കോഫിറോൾ കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും ഇ ആണ് കേട്ടോ. ബ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എന്നാണ് ഹൃദയമൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പിന്നെ ടോക്കോഫിറോൾ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. പിന്നെ ഇതിലുള്ള വേറൊരു കാര്യം എന്തായിരുന്നു? മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ജീവകം ഇ ആണ് കേട്ടോ. വൈറ്റമിൻ ഇ ആണ് മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് പ്രധാനമായും സസ്യ എണ്ണകളിൽ നിന്നൊക്കെ ലഭിക്കും. വൈറ്റമിൻ ഇ എവിടെ നിന്ന് കൂടുതലായിട്ട് ലഭിക്കും? സസ്യ എണ്ണകളിൽ നിന്നൊക്കെ ലഭിക്കും കേട്ടോ. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കും. ഇനി നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യമാണ് നാഡികളുടെയും പിന്നെയോ ചുവന്ന രക്താണുക്കൾ RBC അല്ലേ, ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായത് ഏതാണ്? ജീവകം ഇ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ഏതായിരുന്നു? എല്ലിൻ്റെയും പല്ലിൻ്റെയും. നമ്മൾ ലൈവ് അല്ല, എന്നാൽ കൂടി നിങ്ങളൊന്ന്
ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണേ. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമുള്ളത് ഡി ആയിരുന്നു. ഏതായിരുന്നു? ഡി ആയിരുന്നു. ഇവിടെ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായത് ഇ ആണ്. അപ്പോൾ ഇ എന്ന് പറയുന്നതിൽ ഹൃദയം വരുന്നുണ്ട്, ബ്യൂട്ടി വരുന്നുണ്ട്, ടൊക്കോഫിറോൾ വരുന്നുണ്ട് അല്ലേ? അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്തത് ജീവകം കെ. കെ. അപ്പോൾ കെയുടെ ശാസ്ത്രീയ നാമം, വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൺ. എന്താണ്? ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാം അല്ലേ? ഓരോന്നിൻ്റെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ അപര്യാപ്തത രോഗമൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കെ എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ ആണ്. ഫില്ലോക്വിനോൺ. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം കെ ആണ്. അല്ലെങ്കിൽ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുവേ. കൊയാഗുലേഷൻ, ഈ പേര് കേട്ടാൽ ഓർമ്മ വയ്ക്കണേ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതും ഏതാണ്? ജീവകം കെ ആണ്. ഇതിൻ്റെ അപര്യാപ്തത രോഗം എന്താണ്? ജീവകം കെയുടെ അപര്യാപ്തത രോഗം, അതായത് അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ഓക്കെ, ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനവും കൂടി ഓർത്തു വയ്ക്കുക. അത് ഏപ്രിൽ 17 ആണ്. ഏപ്രിൽ 17 കേട്ടോ. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17. ഈ ഹീമോഫീലിയ ഫില്ലോക്വിനോൺ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഹായും ഫായും ആണ്, എന്നാലും ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൺ ആണ്. പിന്നെയോ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. പിന്നെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ അല്ലേ? ഹീമോഫീലിയ ദിനം, ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17 ആണ്. ഏപ്രിൽ 17 ആണ്. ഇനി തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടും അല്ലേ? അതേതാണ്? അത് ജീവകം കെ ആണ്. നമ്മൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏതാ? അതിനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏതാണ്? ജീവകം കെ. തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? നഷ്ടമാവും കേട്ടോ. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത് കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകും. ഈ ജീവകം കെ കൂടുതലായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കോളിഫ്ലവർ, ക്യാബേജ്, ചീര, അതിലൊക്കെ നമുക്ക് എന്ത് ലഭിക്കും? ജീവകം കെ ലഭിക്കും. കോളിഫ്ലവർ, ക്യാബേജ്, ചീര തുടങ്ങിയതിലൊക്കെ നമുക്ക് ജീവകം കെ ലഭിക്കും. അപ്പോൾ തണുപ്പിക്കുമ്പോൾ അത് നഷ്ടമാവും. പിന്നെയോ 2 കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. അതായത് കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം കെ ആണ് കേട്ടോ. നേരത്തെ നമ്മളൊരു കരൾ പറഞ്ഞിരുന്നു. ആ കരൾ എന്തായിരുന്നു? അത് ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കരളിലാണ്. ഇനി കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം കെ ആണ്. അത് മാത്രമല്ല കരളിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുടലും കൂടി ഓർക്കുക. അതായത് കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം, കുടൽ. ഓക്കെ, അപ്പോൾ കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതും കെ ആണ്. അപ്പോൾ കെ ആയി റിലേറ്റ് ചെയ്ത് കരളും കുടലും കിട്ടിയല്ലോ. പിന്നെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? ഫില്ലോക്വിനോൺ ആയിരുന്നു അല്ലേ? പിന്നെ ഹീമോഫീലിയാണ് അപര്യാപ്തത രോഗം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. രക്തം കട്ട പിടിക്കാൻ, കെ കട്ട കിട്ടൂലോ. ജീവകം കെ കട്ട. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ജീവകം കെ ആണ്. അടുത്തതിലോട്ട് പോവാം. അടുത്തത് ജീവകം ബി. അപ്പം നമ്മൾ ADEK പഠിച്ചു. അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ജലത്തിൽ ലയിക്കുന്ന ബിയും സിയും ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് എന്ത് നോക്കാം? ബി നോക്കാം അല്ലേ? ബി. ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണിത് വായ്പുണ്ണ്. ഇപ്പോൾ വായിൽ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ബി കോംപ്ലക്സ് ഗുളികയൊക്കെ തരാറില്ലേ നമുക്ക്? അപ്പം ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ് എന്ന് അറിയപ്പെടുന്നത്. വായ്പുണ്ണ്. ഇനി ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം, RBCയുടെ നിർമ്മാണം, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണവും ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്കൊക്കെ ആവശ്യമായത് ഈ ബി ആണ്. ഓക്കെ, ഇപ്പോൾ ത്വക്ക് വായ്പുണ്ണൊക്കെ കണക്ട് ചെയ്യാമല്ലോ. പിന്നെ RBC ചുവന്ന രക്താണുക്കൾ.
നമ്മൾ തൊട്ട് മുമ്പ് ഈലെന്താ പഠിച്ചിരുന്നത് RBCനെ പറ്റി? ഈ ഈല് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായത് എന്ന് പഠിച്ചു. ഇവിടെ പഠിച്ചത് എന്താണ്? ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായത് ജീവകം ബി ആണ്. ഇനി ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും വൈറ്റമിൻ ബി ആണ്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം B1 നോക്കി. ഓരോ പേര്, അതായത് ആദ്യം നമ്മൾ ശാസ്ത്രീയ നാമമാണ് കേട്ടോ ഈ നേരെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ B1ൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ എന്ന് പറയുന്നത്. B1ൻ്റെ ശാസ്ത്രീയ നാമം തയാമിൻ. ഇത് ഫുൾ പഠിക്കണം കേട്ടോ. ഈ ബി കോംപ്ലക്സിലുള്ള എല്ലാത്തിൻ്റെയും ശാസ്ത്രീയ നാമം, പിന്നെ അപര്യാപ്തത രോഗമുള്ളതിൻ്റെയൊക്കെ അത് എല്ലാം പഠിക്കണം. അപ്പോൾ B1ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? തയാമിൻ. B1ൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. ഈ B1 നമുക്ക് ധാരാളമായി ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? അരിയുടെ തവിടിൽ നിന്നാണ്. അരിയുടെ തവിടിൽ അപ്പോൾ എന്തുണ്ട്? വൈറ്റമിൻ B1 ഉണ്ട്. വൈറ്റമിൻ B1 ഉള്ളത് അരിയുടെ തവിടിലാണ്. ഇനി B1 കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ബെറി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഐ കാണ്ട് ഡിസീസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇത് അല്ലേ, എനിക്ക് പറ്റില്ല എന്ന് പറയും. അതുപോലെ തന്നെ അപ്പോൾ ബെറി എന്ന് പറയുന്നത് ഐ കാണ്ട് ഡിസീസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അത് B1ൻ്റെ അപര്യാപ്തത രോഗമാണ്. കിട്ടിയോ? ഇപ്പോൾ B1 എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ നാമം തയാമിൻ, അരിയുടെ തവിടിൽ കാണപ്പെടുന്നു. പിന്നെയോ ബെറിയാണ് അപര്യാപ്തത രോഗം. അടുത്തത് B2ൻ്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. എന്താണ്? റൈബോഫ്ലാവിൻ. B2യുടെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. B2 നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ B2 നമ്മൾ കാണുന്നത് പാലിന് മഞ്ഞ നിറം നൽകുന്ന ജീവകം അല്ലേ. ഇപ്പോൾ പാലൊക്കെ കറന്ന് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു മഞ്ഞ ഒരു കളർ. അപ്പോൾ പാലിന് മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? B2 ആണ്. B1 എന്ന് പറഞ്ഞത് അരിയുടെ തവിട്, B2 എന്ന് പറയുന്നത് പാലിൻ്റെ മഞ്ഞ നിറം. ഓക്കെ. ഇനി ഈ B2നെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് വൈറ്റമിൻ G എന്ന്. അപ്പോൾ വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് വെച്ചാൽ B2 ആണ്. G2 ആണ് കേട്ടോ. G2 ആണ് കേട്ടോ. ഓക്കെ. ഇനി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന വൈറ്റമിൻ ഏതാണ്? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്നതും ഏതാണ്? ഈ B2 ആണ്. അപ്പോൾ B2 എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ ആണ്. പാലിന് മഞ്ഞ നിറം നൽകുന്നു. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന വൈറ്റമിൻ ഏതാണ്? B2 ആണ്. ഓക്കെ. അടുത്തത് B3 നോക്കിയേ. B3യുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ. നിയാസിൻ. 3 ഇങ്ങനെയല്ലേ എഴുതുന്നത്, ഞാൻ ഇങ്ങനെയല്ലേ, അപ്പോൾ കണക്ട് ചെയ്യാലോ. 3 നിയാസിൻ അല്ലേ, ശാസ്ത്രീയ നാമത്തിന് വേണ്ടി പറഞ്ഞാണേ. അപ്പോൾ 3 നിയാസിൻ. B3യുടെ ശാസ്ത്രീയ നാമം എന്താണ്? നിയാസിൻ ആണ്. B3യുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ. ഇനി എന്താണ് അപര്യാപ്തത രോഗം? B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ഏതാണ്? പെല്ലഗ്ര. B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. B3യുടെ ഏതാണ്? പെല്ലഗ്ര. ഈ B2ന് ഒരു അപര്യാപ്തത രോഗമുണ്ട്. അത് കീലോസിസ് എന്നാട്ടോ അറിയപ്പെടുന്നത്. അത് ഏതിലോ ഞാൻ കേട്ടതാ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. B2യുടെ അപര്യാപ്തത രോഗം കീലോസിസ് കേട്ടോ. ഇനി B3 എന്താണ്? B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അതായത് ഈ പ്രകാശമൊക്കെ അടിക്കുന്ന ഭാഗത്ത് ത്വക്കിങ്ങനെ പരുക്കനാകുന്ന അവസ്ഥയാണ് നമ്മൾ പെല്ലഗ്ര എന്ന് പറയുന്നത്. അപ്പോൾ B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അടുത്തത് B5ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തോതെനിക് ആസിഡ്. 5 പാന്തോ കിട്ടൂലോ. B5ൻ്റെ പാന്തോതെനിക് ആസിഡ് ആണ്. B5ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തോതെനിക് ആസിഡ്. B5 പാന്തോതെനിക് ആസിഡ്. ഇനി B6ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പിരിഡോക്സിൻ. 6 പീരീഡൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കാം. നമുക്കൊരു സ്കൂളിലല്ലേ ഒരു ദിവസം 6 പീരീഡ്. അപ്പോൾ B6ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പിരിഡോക്സിൻ.
ഇനി B6ന്റെ അപര്യാപ്തതാ രോഗം ചോദിച്ചിട്ടുള്ളതാണ്. B6ന്റെ അപര്യാപ്തതാ രോഗം ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയാണ്. മൈക്രോസൈറ്റിക് അനീമിയ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, മൈക്രോസൈറ്റിക് അനീമിയ കേട്ടോ. മൈക്രോസൈറ്റിക് അനീമിയ ആണ് ജീവകം B6ന്റെ അപര്യാപ്തതാ രോഗം. ഇനി അടുത്തത് B7ന്റെ ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ. B7ന്റെ എന്താണ്? ബയോട്ടിൻ. ഇതിനെ വൈറ്റമിൻ H എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബയോട്ടിൻ അല്ലെങ്കിൽ 7 ആണ്. H ഏതാണ്? 7 ആണ്. നമ്മൾ G പഠിച്ചിരുന്നു. G ഏതാണ്? 2 ആണ് അല്ലേ. H എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, 7 ആണ്. ഇത് മാത്രമല്ല, എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം H ആണ്. എലിസ ടെസ്റ്റ് HIV ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൂലേ H? ഇല്ലേ, കിട്ടൂലേ H? അപ്പോൾ 7 ഓക്കെ ആണല്ലോ. അപ്പോൾ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകവും ഏതാണ്? ജീവകം H ആണ്. അടുത്തത് B9 എന്താ? ഫോളിക് ആസിഡ് ആണ്. B9 എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ്. B9 ഫോളിക് ആസിഡ്. ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ കൊടുക്കുന്നതാണല്ലേ ഫോളിക് ആസിഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോളിക് ആസിഡ് കൊടുക്കുന്നത്? രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ഇപ്പോൾ ഫ്യൂട്ടസിനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണല്ലേ. അതുകൊണ്ടാണ് നമ്മളോട് ഇത് ഫോളിക് ആസിഡ് കഴിക്കണം എന്ന് പറയാറ്. അപ്പോൾ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് B9. ഏതാണ്? B9. ഇനി ഈ B9ന്റെ അപര്യാപ്തതാ രോഗം, B9ന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, അപ്പോൾ B6 എന്ന് പറഞ്ഞത് എന്തായിരുന്നു? മൈക്രോസൈറ്റിക് അനീമിയ. B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ. 6 മൈക്രോ, പിന്നെ 9 ആയപ്പോഴത്തേക്കും വലുതായി. ഓക്കെ, ഇനി അടുത്തതാണ് B12ന്റെ ശാസ്ത്രീയ നാമമാണ് സയനോകൊബാലുമിൻ. B12ന്റെ ശാസ്ത്രീയ നാമമാണ് സയനോകൊബാലുമിൻ. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നത് B12 കേട്ടോ. B12. ഇനി B12ന്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. അപ്പോൾ B12ന്റെ സൈനോകൊബാലുമിൻ മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നു. അപര്യാപ്തത രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയയാണ്. കിട്ടിയോ അത്രയും കാര്യങ്ങൾ? അപ്പോൾ B ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം വെറുതെ. B1 ശാസ്ത്രീയ നാമമാണ്. B1ന്റെ ശാസ്ത്രീയ നാമം തയാമിൻ. B2 റൈബോഫ്ലാവിൻ. B3 നിയാസിൻ. B5 പാന്തോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. അതിന് വേറെ പേരെന്താ? H കേട്ടോ. H. പിന്നെ B9 ഫോളിക് ആസിഡ്. B12 സൈനോകൊബാലുമിൻ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തതാണ് ജീവകം C. ഇതും കൂടിയുള്ളൂ. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണല്ലേ. അസ്കോർബിക് ആസിഡ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ്. നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണ്? ജീവകം സി ആണ് കേട്ടോ. കൃത്രിമമായി നിർമ്മിച്ചത്. ഇനി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് ഏതാണ്? യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ ജീവകം സി ആണ്. പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നു, പിന്നെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നതൊക്കെ ഏതാണ്? അത് ജീവകം സി. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിരുന്നു എന്താണ്? തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്. ഇത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു പറഞ്ഞു. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏതാ? അത് K ആണ് കേട്ടോ. അത് K. ചൂടാക്കുമ്പോൾ, പാകം ചെയ്യുമ്പോൾ, മൂത്രത്തിലൂടെയൊക്കെ നഷ്ടപ്പെടുന്നത് ഏതാണ്? സി ആണ്. എന്തുകൊണ്ടാ? അത് വെള്ളമാണ്, വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ് അല്ലേ. അപ്പോൾ മൂത്രത്തിലൂടെയൊക്കെ നഷ്ടപ്പെടും. പിന്നെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് സി ആണ്. ഇപ്പം നമ്മൾ നാരങ്ങ, ഓറഞ്ചൊക്കെ കഴിക്കാൻ പറയാറില്ലേ? അപ്പോൾ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഏതാണ്?
ജീവകം സി ആണ്. പിന്നെ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായതും സി. രോഗപ്രതിരോധ ശേഷി, നാരങ്ങ വെള്ളമൊക്കെ ഇടയ്ക്ക് കുടിക്കുന്നത് നല്ലല്ലേ? ഇപ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായത് ഏതാണ്? ജീവകം സി ആണ്. അതുമാത്രമല്ല ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായതും സി ആണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം സി ആണ്. എന്തൊക്കെയാണ് ജീവകം സി അറിയപ്പെടുന്നതെന്ന് നോക്കി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ജീവകം സി ആണ്. ജീവകം സി ആണ്. പിന്നെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നതും ഏതാണ്? സി ആണ് കേട്ടോ. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏതാണ്? സി ആണ്. ഈ സി കാണുന്നത് ഏതിലാണ് നമ്മൾ? പുളിരുചിയുള്ള പഴങ്ങളിൽ അല്ലേ? ഇപ്പോൾ ലെമൺ, പിന്നെ എന്താണ് ഓറഞ്ച്, അങ്ങനെ പുളിരുചിയുള്ള പഴങ്ങളിൽ നിന്നാണ് നമുക്ക് ജീവകം സി ലഭിക്കുന്നത്. ഈ ജീവകം സിയുടെ അപര്യാപ്തതാ രോഗം ഏതാണ്? ഏതാ? സ്കർവിയാണ്. ജീവകം സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഈ സ്കർവിക്ക് വേറൊരു പേര് പറയൂലോ, എന്താണ്? നാവികരുടെ പ്ലേഗ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് അല്ലേ? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവിയാണ്. അവർക്ക് ഫ്രൂട്ട്സ് ഒന്നും അധികം കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. പിന്നെ മുറിവുണങ്ങാൻ സഹായിക്കുന്നത്, മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം സി ആണ്. ഇപ്പം നെല്ലിക്ക കഴിക്കുന്നത്, പിന്നെ ഓറഞ്ച്, പപ്പായ, പിന്നെന്താണ് ലെമൺ, അതൊക്കെ എന്തുണ്ട്? സി ഉണ്ട്. ഓക്കെ. ഇനി ധാതു ലവണങ്ങൾ 4 അത് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. നോക്കാം. ആദ്യം ഇരുമ്പ്. ഇരുമ്പിനെന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം അല്ലെ? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് ഇരുമ്പ്. ഇനി കാൽഷ്യവും ഫോസ്ഫറസും നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്താണ്? എല്ലിൻ്റെയും പല്ലിൻ്റെയും, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനൊക്കെ സഹായിക്കുന്നത് ഏതാണ്? കാൽഷ്യവും ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഇരുമ്പെന്ന് പറയുമ്പോൾ ഏതോർക്കണം? ഹീമോഗ്ലോബിൻ, HB. ഓക്കെ, HB എന്ന് എഴുതിയാൽ പോരെ, ഹീമോഗ്ലോബിൻ. പിന്നെ കാൽഷ്യവും ഫോസ്ഫറസ് ആണെങ്കിൽ എല്ലും പല്ലും. പിന്നെ സോഡിയം എന്താ? ജലം നിലനിർത്തുന്നതിന്, ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്നതാണ് സോഡിയം. അയഡിനോ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, പിന്നെ മാനസിക വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നത് ഏതാണ്? അയഡിനാണ്. അയഡിൻ തൈറോയിഡായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണേ. തൈറോയിഡ്. ഓക്കെ. അപ്പോൾ ഈ 4 ധാതു ലവണങ്ങളെ പറ്റി മനസ്സിലായല്ലോ. ഇരുമ്പ്, HB, കാൽഷ്യം, ഫോസ്ഫറസ്, എല്ല്, പല്ല്, സോഡിയം, ആവശ്യത്തിനുള്ള ജലം നിലനിർത്താൻ അയഡിൻ, തൈറോയിഡ്. ഇനി നമുക്ക് ഈ അപര്യാപ്തത രോഗങ്ങൾ നമ്മളിപ്പോൾ എല്ലാം പഠിച്ചില്ലേ, വൈറ്റമിൻസ്. ആ വൈറ്റമിൻസിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ വൈറ്റമിൻസ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇരുമ്പിൻ്റെ, മാംസ്യത്തിൻ്റെ, അങ്ങനത്തെയൊക്കെ കുറച്ചും കൂടി പറയാനുണ്ട്. അപ്പോൾ ഓരോന്നും പറഞ്ഞു പോകണേ എല്ലാവരും. ആദ്യം ജീവകം A1ൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? A1ൻ്റെ ആണെങ്കിൽ നിശാന്തത. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? മാലക്കണ്ണ്. ജീവകം A1 നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ്. ജീവകം A2ൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? സീറോഫ്താൽമിയാണ് A2ൻ്റെ സീറോഫ്താൽമിയ. ഇനി B1 എന്ന് പറയുന്നത് ബെറി. B1 ബെറി ആണ്. B1 ബെറി. B3യുടെ ഏതാണ്? B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. B3യുടെ അപര്യാപ്തത രോഗം ഏതാണ്? പെല്ലഗ്ര. B6ൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? B6 ഏതായിരുന്നു? മൈക്രോസൈറ്റിക് അനീമിയ ആയിരുന്നു അല്ലേ? മൈക്രോസൈറ്റിക് അനീമിയാണ് B6. ഇനി B9 ആണെങ്കിലോ? മൈക്രോ കഴിഞ്ഞ് കുറച്ച് വലുതല്ലേ? മെഗലോബ്ലാസ്റ്റിക് ആണ് B9. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B9ൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ.
ഇനി B12 ഏതാ? പെർനീഷ്യസ് അനീമിയ. എല്ലാവരും പറഞ്ഞു പോകുന്നുണ്ടല്ലോ അല്ലേ? പെർനീഷ്യസ് അനീമിയാണ് B12 അപര്യാപ്തത രോഗം. ഇനി ജീവകം സിയുടെ സ്കർവി. സിയുടെ ഏതാണ്? സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് സ്കർവിയാണ്. ജീവകം ഡിയുടെ ഏതാണ്? കണ അല്ലേ? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് കേട്ടോ. രണ്ട് പേര് ഓർത്തു വയ്ക്കണേ. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇനി ഈയുടെ ഏതാണ്? സ്റ്റെറിലിറ്റി അല്ലേ? ഈയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് സ്റ്റെറിലിറ്റി, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? വന്ധ്യത. ഇനി ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഏതാണ്? ഹീമോഫീലിയ. കെയുടെ ഹീമോഫീലിയ. കിട്ടിയില്ല. അപ്പോൾ വൈറ്റമിൻസിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ കിട്ടി. ഇനി നമുക്ക് കുറച്ച് നോക്കാനുണ്ട്. പ്രോട്ടീൻ, മാംസ്യത്തിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ മാംസ്യത്തിൻ്റെ അപര്യാപ്തത രോഗം ഏതാന്ന് നോക്കി. ക്വാഷിയോർക്കർ. ഏതൊക്കെയായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. ക്വാഷിയോർക്കറും മരാസ്മസും. മരാസ്മസ് ഇത് രണ്ടും മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ക്വാഷിയോർക്കർ, മരാസ്മസ്. ഇനി ഹീമോഗ്ലോബിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ അല്ലേ? അനീമിയ, വിളർച്ച. ഇരുമ്പും സെയിം തന്നെയാണ്. ഇരുമ്പിൻ്റെ ഇത് തന്നെയാണ് അനീമിയ. അപ്പോൾ മാംസ്യത്തിൻ്റെ ക്വാഷിയോർക്കർ, മരാസ്മസ്. ഹീമോഗ്ലോബിൻ്റെ അനീമിയ, ഇരുമ്പിൻ്റെയും അനീമിയ. ഇനി മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? ആൽബിനിസം. വെള്ളപ്പാണ്ടൊക്കെ ഇല്ലേ? അതൊക്കെ എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കേട്ടോ. ആൽബിനിസം. ഈ പേര് ഓർത്തു വയ്ക്കണേ, ആൽബിനിസം. അടുത്തത് സൊമാറ്റോട്രോഫിൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് വെച്ചാൽ വാമനത്വം. സൊമാറ്റോട്രോഫിൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? വാമനത്വം. പിന്നെ ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നത് ഏതാണെന്ന് നമുക്കറിയാം. ഡയബറ്റിസ്. ഏതാണ്? ഡയബറ്റിക്കിൽ ഏതാണെന്ന് ഓർത്ത് വയ്ക്കണേ. ഡയബറ്റിക് മെലിറ്റസ് ആണ് കേട്ടോ. ഇൻസുലിൻ ആണെങ്കിൽ മെലിറ്റസ് ആണ്, ഡയബറ്റിക് മെലിറ്റസും. പിന്നെ വാസോപ്രസിൻ ആണെങ്കിലോ അത് ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണ്. ഇത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇൻസുലിൻ ആണെങ്കിൽ ഡയബറ്റിക് മെലിറ്റസ് എന്നും വാസോപ്രസിൻ ആണെങ്കിൽ ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്നും ഓർത്തു വയ്ക്കണം. അടുത്തത് തൈറോക്സിൻ. കണക്ട് ചെയ്യാലോ. തൈറോക്സിനും അയഡിനും ഇത് രണ്ടും ഒന്നാണ്. ഏത്? അതിൻ്റെ അപര്യാപ്തത രോഗം അല്ലെങ്കിൽ അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണേത്? ഗോയിറ്റർ. തൈറോക്സിൻ്റെയും അല്ലെങ്കിൽ അയഡിൻ്റെയും കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? ഗോയിറ്റർ ആണ്.